ന്യൂസ് ടവറിലേക്ക് സ്വാഗതം. ഈ കൊല്ലവും പതിവ് പോലെ യൂത്ത് ഐക്കൺ പുരസ്കാരം മമ്മൂട്ടി നിലനിർത്തും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മോക്ക് ജാതിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശൃംഗാരമല്ല, ഇത് അഹങ്കാരം. സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. ഓരോ നടന്മാരുടെ ആത്മാവ് അങ്ങോട്ട് ഉള്ളിലേക്ക് ആവാഹിച്ചിട്ട് അത് മുഖത്ത് വരുത്തിയാണ്. മനു, നിന്റെ മുറി, നിന്റെ ബെഡ്, നിന്റെ കട്ടിൽ, ഇവിടെ നീ തന്നെ കിടന്നാ മതി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂച്ച ഉണ്ടായിരുന്നു. പൂച്ചയുടെ പേര് ചിഞ്ചു എന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മകേഷ് കുഞ്ഞുമോനാണ് ഇപ്പം മ്യൂക്കറി തിളങ്ങിയിരിക്കുന്നത്. അതെ, ഇവര് മറ്റൊരു മകേഷ് കുഞ്ഞുമോളാണ്. Hello viewers and welcome to Comedy Masters. Hi Masters. അതാ സ്പെക്സ് വെച്ച് ലുക്കിൽ വിപിൻ ജോർജ്. അയ്യോ സൂപ്പർ സൂപ്പർ സൂപ്പർ. അതാ പക്ഷേ ഒട്ടും മാറ്റി കുറിക്കുന്നില്ല. തൊപ്പിയാണ് എന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതായിരിക്കുന്നു നമ്മുടെ സ്വന്തം കലാഭവൻ പ്രജോ. അന്നും ഇന്നും ക്ലാസിക് എന്ന് അടിവരയിട്ടിരിക്കുന്നു നമ്മുടെ സ്വന്തം പക്രു ചേട്ടൻ. ചേട്ടാ ചേട്ടനൊക്കെ പറഞ്ഞാലും പക്രുചേട്ടനെ കാണാനാട്ടോ ഏറ്റവും ഗ്ലാമർ എന്ന് പറയണെങ്കിലേ ഞാൻ ചാവണം. അങ്ങനെയല്ല, അതിന് 2050 ആവണം വർഷം. അങ്ങനെ 2050. ഞാൻ വെറുതെ ഇരുന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു. പണ്ടൊക്കെ ഇന്റർവ്യൂവിനൊക്കെ മറ്റേ പോകുമ്പോഴേ എല്ലാരും പറയും CV ഇങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഹൗ ഡു യു സീ യുവർ സെൽഫ് ഇൻ അതർ 5 years, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും എന്നാണ് വിചാരിക്കുക, എന്തൊക്കെ ഇങ്ങനെ ചോദിക്കും. ഞാൻ വെറുതെ ചിന്തിച്ചതാണേ. 2020 കഴിഞ്ഞ് 2024ലേക്ക് പെട്ടെന്നാ പോയത്. അപ്പൊ ഞാനിന്ന് ആലോചിച്ചു 2050 എന്ന് പറയുന്ന ഒരു ഇയറിൽ നമ്മളൊക്കെ എന്നതായിരിക്കും, എന്നാ കോലത്തിലായിരിക്കും, എവിടെ ആയിരിക്കും, അങ്ങനത്തെ ഒരു ചിന്ത ഞാൻ വെറുതെ ആലോചിച്ച് നോക്കി. ചിലപ്പോ എന്നെ 2 പിള്ളേരൊക്കെ ആയിട്ട് കിച്ചണിൽ കിടന്ന് വെറുതെ അമ്മ പണ്ട് 30 കഴിയുമല്ലേ? ആർക്ക് 30 കഴിയും? ഞങ്ങളെ 3 പേരും. ആ ശരി, എന്നാ അപ്പൊ ഞാൻ ജനിച്ചിട്ടേ ഉള്ളൂ 2050. താങ്ക് യു. ചേരാൻ പോവാം. പക്ഷെ എനിക്ക് തോന്നുന്നു വിപിൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴത്തെ കറണ്ട് ഒരു ഫോട്ടോ ഒക്കെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ചാറ്റിംഗ് ആയിരിക്കും പരിപാടി. പക്ഷെ ബാക്ക്ഡ്രോപ്പിൽ മറ്റേ കിളവനായിട്ട് ഇങ്ങനെ പറഞ്ഞായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ ഇതെന്താണ് ഈ 2050 കുറിച്ച് ഇത്ര സംസാരിക്കേണ്ട കാര്യം? എന്താ പ്രചോദനം എന്തായിരിക്കും? 2050 എവിടെയായിരിക്കും താങ്കളുടെ സ്ഥാനം പറയൂ. ഞാൻ മിക്കവാറും റഷ്യയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. റഷ്യയില് വെറുതെ രസത്തിന്. പക്രുചേട്ടൻ എന്തോ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, പക്രുചേട്ടൻ എന്തായിരിക്കും 2050 പക്രുചേട്ടൻ എവിടെയായിരിക്കും, എന്തായിരിക്കും? ഹൗ ഡു യു സീ യുവർ സെൽഫ്? 2050 ഒരു കാറിൽ കയറുന്നിട്ട് സ്ഥലം പറയാ, അത് എന്നെ കൊണ്ടാക്കും. അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, അങ്ങനെ 2050 ആണ് ഈ വർഷം എന്ന് വിചാരിക്കാം. എന്തൊക്കെയായിരിക്കും സംഭവിക്കാം? അല്ലെങ്കിൽ നമ്മളൊരു ന്യൂസ് ചാനൽ കാണുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും ന്യൂസുകൾ നമുക്കൊന്ന് നോക്കിയാലോ? എലീന, ഇതിലേക്ക് വരാൻ വേണ്ടിട്ടാണ് ഈ കഥ മൊത്തം പാടിയത്. അല്ലല്ല, ഒരിക്കലും മനസ്സിലാവൂലല്ലേ? എനിക്ക് അങ്ങനെ മുട്ടിച്ചത് മനസ്സിലായില്ല. നാച്ചുറൽ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. വീണ്ടും എനിക്ക് ഇതുപോലെ അവസരങ്ങൾ തരാം. ഞാൻ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ മുട്ടിക്കും. നിങ്ങൾ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും 2050 എത്തും. കണ്ണടച്ചേ. ഓക്കെ, കണ്ണടച്ചു. നമസ്കാരം, എനിക്ക് സ്വല്പം അഹങ്കാരം. ന്യൂസ് ടവറിലേക്ക് സ്വാഗതം. 2050 നടന്ന കേരള നിയമസഭയിലേക്ക് ഒരു മലയാളി MLA തിരഞ്ഞെടുക്കപ്പെട്ടു. അല്ലേ? 130 ബംഗാളി MLA-മാരുടെ ഇടയിലേക്കാണ് ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മലയാളി MLA ജിൻഡോ കടന്നു വരുന്നത്. കഴിഞ്ഞ 25 വർഷത്തിന് ശേഷമാണ് ഒരു മലയാളി MLA നിയമസഭാ മന്ദിരത്തിൽ കാലുകുത്തുന്നത്. അനധികൃതമായി മലയാളികൾ ചൊവ്വയിൽ പണിതുകൂട്ടിയ ഫ്ളാറ്റുകൾ അടിയന്തരമായി പൊളിച്ചു നീക്കാൻ ചൊവ്വ കോടതി ഉത്തരവിറക്കിയിരിക്കുന്നു. താരസംഘടനയായ അമ്മയുടെ ഈ കൊല്ലത്തെ താരദിശ നെപ്റ്റ്യൂണിലെ ഹോട്ടൽ ന്യൂക്ലിയർ സെന്ററിൽ വെച്ച് നടത്തുവാൻ ഇടവേള ബാബുവിന്റെ നേതൃത്വത്തിൽ മികച്ച ഷോയാണ് നെപ്റ്റ്യൂണിൽ ആഘോഷമാക്കിയത്. ഈ കൊല്ലവും പതിവ് പോലെ യൂത്ത് ഐക്കൺ പുരസ്കാരം മമ്മൂട്ടി നിലനിർത്തും. ചടങ്ങിൽ തന്റെ അടുത്ത സിനിമയായ CBIയുടെ 22ാം ഭാഗം ഉടൻ ചിത്രീകരണം ആരംഭിക്കുമെന്ന് മമ്മൂട്ടി അറിയിച്ചു. ചിത്രത്തിൽ ദുൽഖറിന്റെ മകന്റെ മകൻ വില്ലനായി വന്നേക്കും എന്ന ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് അവർ തുടരുകയാണ്. ഒരു ഞെട്ടിക്കുന്ന വാർത്ത. അയൽവാസികളായ 2 യുവാക്കൾ പരസ്പരം സംസാരിച്ചു.
25 വർഷങ്ങൾ കൊണ്ട് നടന്ന ഒരു വലിയ സംഭവമാണത്. നമ്മളതാരും നിസ്സാരമായിട്ട് കാണരുത്. ഏകദേശം 3 സെക്കൻഡ് ഇവർ പരസ്പരം സംസാരിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ട സമയത്താണ്, ആ സമയം നോക്കിയാണ് ഇവർ സംസാരിച്ചത്. ഈ വാർത്ത കേട്ട് കേരളം നടുങ്ങി തരിച്ചിരിക്കുക. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി വരുന്നു. തമ്പാനിരുന്ന് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. ഇയാളിനെ ഒരു നോക്ക് കാണാനായി വൻ ജനത്തിരക്കാണ് തമ്പാനാര് തടിച്ചുകൂടിയിരിക്കുന്നത്. വയനാട്ടിൽ ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങിയ ആനകളുടെ എണ്ണം 210ആയി, പുലികളുടെ എണ്ണം 74ആയി. ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പെരുമ്പാവൂർ ബംഗാളികളും റോബോട്ടുകളും തമ്മിൽ നട റോഡിൽ ഏറ്റുമുട്ടി. കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം. കേരളത്തിൽ പെട്രോളിന്റെ വിലയിൽ നേരിയ കുറവ്. 1 ലിറ്റർ പെട്രോളിന് 1,44,000 നിന്നും 50 പൈസ കുറച്ചിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. IPL-ന്റെ 50ാം സീസൺ മാർച്ചിൽ തുടക്കമാകും. അവസാന ഓവറുകളിൽ അടിച്ചു തകർക്കാൻ താൻ ഉണ്ടാകുമെന്ന് ധോണി ചെന്നൈയിൽ പറഞ്ഞു. ജനകീയ പ്രോഗ്രാമായ കോമഡി മാസ്റ്റേഴ്സിന്റെ 10 ലക്ഷത്തിന്റെ എപ്പിസോഡ് വമ്പിച്ച ആഘോഷമാക്കി അമൃത TV. കോമഡി മാസ്റ്റേഴ്സിന്റെ എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട ഗിന്നസ് പക്രു നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ മിസ്റ്റർ പക്രു. ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. നമസ്കാരം. അതായത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 10 ലക്ഷം എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് സ്കിറ്റുകൾ ഇതിനോടൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും മികച്ചെന്ന് തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു സ്കിറ്റ് ഉണ്ടാവുമല്ലോ. അതിനെ കുറിച്ച് എന്താണ് ഒന്ന് പറയാനുള്ളത്? പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സ്കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചൊവ്വയിൽ പെണ്ണ് കാണാൻ പോയിട്ട് ആദ്യരാത്രി ആഘോഷിക്കാൻ വേഴത്തിൽ പോയി സ്കിറ്റ് ഉണ്ടായിരുന്നില്ല, റോബോട്ടിക് സ്കിറ്റ്. അത് വളരെ മനോഹരമായിരുന്നു. കിഡിലോസ്കി ആയിരുന്നു, കിടുക്കാച്ചി ആയിരുന്നു കേട്ടോ. ഏതായാലും വേണ്ടില്ല, അത് കിടുക്കാച്ചിയാണ്, കിഡിലോസ്കിയാണ്. ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൂടെ? 50 വർഷം ആയില്ലേ? ഓക്കെ ഡിയർ, ഓക്കെ, ശ്രമിക്കാം കേട്ടോ. താങ്ക് യു. ഇത്രയും നേരം കോമഡി മാസ്റ്റേഴ്സിൽ നിന്ന് ഗിന്നസ് പക്രുവാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചിരിക്കുന്നു. ഗുഡ് ബൈ. Boom, boom, robora, robora, robora. Turn it down. എങ്ങനെയുണ്ട് ന്യൂസ്? പൊളിച്ചില്ലേ? ഗംഭീരം. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, 2050 എന്റെ ലൈഫ് സെക്യൂർ. അന്നും കോമഡി മാസ്റ്റേഴ്സ് ചെയ്യാൻ ആങ്കറായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനുണ്ട്, അത്രേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ. പകർച്ചേട്ടാ, പഴയ ഒരു ആങ്കർ ഉണ്ടായിരുന്നില്ലേ? ഫിഗർ നോക്ക് നിങ്ങള്, പുച്ഛം നോക്ക് എന്റെ മുഖത്ത്. പഴയൊരു കൊള്ളത്തില്ലാത്ത ആ ആങ്കർ ഉണ്ടായിരുന്നില്ലേ? എവിടെ പോയി ആ കുട്ടി? ഇപ്പൊ വാർദ്ധക്യ പെൻഷൻ 5 പിള്ളേരുമായിട്ട് കോമഡി പരിപാടി ഇത് കണ്ടോണ്ടിരിക്കാൻ കണ്ണു പിടിക്കുന്നില്ല അത്രേ. അയ്യോ, വെള്ളെഴുത്ത്. അതാണ് സംഭവിക്കുന്നത്. മനസ്സിലായി. ഇതിന്റെ തന്നെ റിവേഴ്സ് ഒന്ന് ചിന്തിച്ചേ. ആ, ഇതിപ്പോ നമ്മള് 2002 അല്ലെ, 2050 നമ്മൾ പോയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടെ. എലീനക്ക് തിരിച്ച് ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 25 വർഷം പുറകിലേക്ക് പോകാനാണ്. എന്തായിരിക്കും എലീന? എന്താ എലീന അങ്ങനെയാണ് 25 വർഷം പുറകിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും എലീനയുടെ ജീവിതത്തിൽ തിരുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? ശരി, ഒരു 10 വർഷം ബാക്കിനെക്കാട്ടും നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ എല്ലാം കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രോബബ്ലി ഒന്നും തിരുത്താൻ തോന്നുന്നില്ല. പിന്നെ ഒരു പക്ഷേ ഞാൻ ഒരിടയ്ക്ക് മറ്റെന്താ സിനിമ വേണ്ട, എനിക്ക് സിനിമ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു കഴിവില്ല എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്ന ഒരാളായിരുന്നു.
അത് ചിലപ്പോൾ തിരുത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു അഹങ്കാരത്തിലേക്ക് പോവോന്ന് എനിക്കൊരു ഡൗട്ട് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിയാണ്ടാ രാജമൗലി, മണിരത്നം, Correct ആണ്. LGP അവരൊക്കെ വന്ന് നാദിക മാത്രം താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നാദിക്കയുടെ മാത്രം ഒരു സിനിമയിൽ ഞാൻ ജസ്റ്റ് ഒരു മോഹം അത് നിർബന്ധിച്ചോണ്ട് മാത്രം ഞാനൊന്ന് ചെയ്തു. കാല് പിടിച്ചിട്ട് അതേത് പടമായിരുന്നു? കാല് പിടിച്ചിട്ട് കാല് പിടിച്ചെന്ന് വേണ്ട. അരഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പക്ഷെ അതിപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഒരു പക്ഷേ എത്രയോ പേര് അവസരങ്ങൾ കാത്തിരിക്കുന്നു. അപ്പൊ അവസരം കിട്ടിയപ്പോൾ ഞാനത് നിരസിച്ചത് ഒരു പക്ഷെ അത് മോശമായി പോയി എന്ന് എനിക്കൊന്ന് തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് ഇതിന്റെ ഡയറക്ടർ എന്താ ചിന്തിക്കണേന്ന് എനിക്ക് ഇവിടെ കേൾക്കാം. ആണോ? എന്താ ചിന്തിക്കുന്നത്? നമ്മളെയൊന്നും വിളിക്കരുത് എന്നാണ്. അപ്പൊ 2050 ഇതുപോലെ തന്നെ എന്റെ ചിരി നിറഞ്ഞ മോഹങ്ങൾ എല്ലാവർക്കും ടിവിയിലൂടെ ഫോണിൽ കൂടെ ഒക്കെ കാണാൻ പറ്റട്ടെ. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ന് ഞങ്ങൾ ഫ്ലോറിൽ കൊണ്ടുവരും മറ്റേ സൂചി നൂലും കുറക്കാൻ. എന്റെ ദൈവമേ, അത് വീട്ടിലില്ല. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. കോമഡി മാസ്റ്റേഴ്സ് ആണ്, കോമഡികൾ ഇനിയുമുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ കണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്ത് പോയിട്ട് തിരിച്ചു വരണം. അപ്പൊ ബ്രേക്ക് എടുത്താലോ? ഓൾറൈറ്റ്. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. തോട്ടം ജാതി നിന്റെ നോട്ടം എന്റെ ഉള്ളില് പന്ത് പോലൊരു ഉരുണ്ടുകേറ്റം കണ്ട കള്ള പെരുമാറ്റം. അയ്യോ എസ്തപ്പാനോസ്, ശാന്ത ഓടിക്കോ ഓടിക്കോ. ശാന്ത ഓടരുത് ഓടരുത് ഓടരുത്. ഞാൻ കണ്ട് 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 രണ്ടുപേരും കൂടെ ഇവിടെ എന്തുവായിരുന്നു പരിപാടി? അത് ശാന്തയ്ക്ക് ഒരു പുത്രി വേണമെന്ന് പറഞ്ഞു. പത്രി, ജാതിപത്രി. അവക്ക് വയറിന് കംപ്ലൈന്റ്. ജാതിപത്രി എന്ന് കഴിഞ്ഞാൽ വയറിന്റെ കംപ്ലൈന്റ് മാറുമല്ലോ. അത് ഞാനങ്ങ് വിശ്വസിച്ച് കേട്ടാ, ഞാനങ്ങ് വിശ്വസിച്ച്. അതെ, നീ വന്നപ്പോഴൊരു കാര്യം അവിടുത്തെ എന്താന്ന്? എടാ, എന്റെ തോട്ടത്തിൽ നിന്ന് ജാതിക്ക മുഴുവൻ മോഷണം പോവാന്ന്. ഒറ്റ ജാതിക്കല്ല പോണ്ടത്. ഇത് കണ്ട, ഇത് കുറഞ്ഞു. ഇങ്ങനെയൊന്നും അല്ല കിടന്നിരുന്നേ. കമ്പ് വരെ ഒടിച്ചോണ്ട് പോകുന്ന ആൾക്കാർ. എന്റെ പൊന്നെണ്ണ, ഇവിടെ മാത്രമല്ല അപ്പുറത്തെ പറമ്പിൽ ഇതൊക്കെ തന്നെ സംഭവം. കള്ളന്മാരെ ശല്യ. പിന്നെ ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു ഐഡിയ ആയിട്ടാ വന്നേക്കുന്നത്. എന്നാ ഐഡിയ? ഇത് കണ്ട, ഇതെന്നാ ഇത്? കെണി വെക്കണ്ടേ? കണി വെക്കാൻ ഇതന്നെ വിഷുവാണ്. അതല്ലെന്ന്, കള്ളന്മാരെ പിടിക്കണ്ടേ, കെണി വെക്കണ്ടേ എന്ന്. ഈ എന്റെ പൊന്നെണ്ണ, ഇതാണ് കെണി. ഇത് പന്നി വരെ വീഴുന്ന കെണിയായത്. ആണോ? പിന്നെ ഇതിനകത്ത് ചവിട്ടിക്കച്ച് ഇതങ്ങ് ലോക്കാവും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് അകത്തി അങ്ങോട്ട് വെക്കുക. ഇത് ആ കള്ളനായിരുന്നാലും പന്നി ആയിരുന്നാലും ചവിട്ടുമ്പോൾ ലോക്ക് ആയിക്കോളും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് വെക്കുമ്പോൾ നമുക്കൊരു ധാരണ വേണം. പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ കയറി ചവിട്ടും, നമ്മൾ ലോക്കാവും. അയ്യോ ശരിയാ, ഞാൻ അവിടെ കൊണ്ട് വെക്കാം. വെച്ചിട്ട് വാ. ഞാൻ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ. ശാന്തേ, അതെ, നാളെ രാവിലെ തുള്ളിച്ചാടി ഇങ്ങ് വന്നേക്കരുത്. ഇവിടെ എലിക്കണി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ചാടി നീ അമങ്ങി പോകും. ഓക്കെ ഓക്കെ ഉമ്മ. ശരി ശരി ശരി. അതെ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വന്നാലോ? എന്നാ നിന്റെ പേരിലൊരു ചായ. എന്റെ പേര് ചായ ഇറങ്ങിയിട്ടില്ല. എന്തെങ്കിലും അങ്ങ് പറയുമ്പോ അങ്ങ് ചൂടായി അങ്ങ് പറഞ്ഞേക്കുവാ. തോട്ടം ജാതി നിന്റെ നോട്ടം എന്റെ ഉള്ളില് പന്ത് പോലൊരു ഉരുണ്ടുകേറ്റം കണ്ട കള്ള പെരുമാറ്റം. ആൻ മേരി പോളി, ആവേശ് കുമാർ, ആൻ മേരി, ആവേശ്, ആൻ ആവിയാ പാവി. അതൊരു ഫ്ലോയിൽ അങ്ങോട്ട് പോയതാ. സത്യം പറഞ്ഞാൽ ഈ ജാതിക്കത്തോട്ടം നിന്റെ അപ്പച്ചൻ മേടിച്ചു തന്നെ എനിക്ക് നിനക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നില്ലെങ്കിൽ നമുക്ക് പാർക്കിലോ ബീച്ചിലോ മെട്രോയിലോ കയറി പ്രേമിക്കേണ്ടി വരില്ലേ? ഇതാകുമ്പോ ഇവിടെ തന്നെ ആരും അറിയാതെ രഹസ്യമായിട്ട് പ്രേമിച്ചൂടെ? സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. എന്താ? ഈ കിളികളുടെ കളകളാരവും ഈ ജാതിയുടെ ഒരു മണത്തിന്റെ കാറ്റും എല്ലാം കൂടെ ഒരു പ്രത്യേക വൈബാണല്ലോ. വൈബ് പറഞ്ഞ അങ്ങോട്ടൊന്നും പോവല്ലേ. അപ്പച്ചൻ എലിനെ പിടിക്കാൻ വേണ്ടിട്ട് കെണി എവിടേക്കോ വെച്ചിട്ടുണ്ട്. കെണിയാ? പ്രേമിക്കുന്ന സ്ഥലത്താണ് കെണി കൊണ്ടുവെക്കുന്നത്. കെണി മാറ്റിയല്ലേ വെക്കാനുള്ള? എന്റെ ദൈവമേ, ഇതിലങ്ങനെ കയറി ചവിട്ടിരുന്നെങ്കിൽ പഞ്ചറായാലും കളഞ്ഞ്. ഇനി ഒരു പ്രശ്നമില്ല. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞു നിർത്തിയത്? കിളികളുടെ കളകളാരവും. കിളികളുടെ കളകളാരവും സുന്ദരിയായ ഒരു പെണ്ണും പ്രേമിക്കാൻ പറ്റിയ സുന്ദരനായ ഞാനും. ഓ, വല്ലാത്തൊരു സുഖമാണ്. ഇത് എവിടേക്കാ ഈ പോക്കുന്ന എനിക്ക് അറിയാത്ത. ഇത് നേരെ പോയി കഴിഞ്ഞാൽ സുമതി ചേച്ചിയുടെ വാഴത്തോട്ടം ചെന്നി.
നമ്മൾ ഈ പ്രേമം എവിടെ ചെന്ന് അവസാനിക്കുന്ന എനിക്ക് ഒരു പിടിയുമില്ല. നമ്മുടെ കല്യാണത്തിൽ ചെന്ന് അവസാനിക്കും. കല്യാണത്തിൽ ചെന്ന് അവസാനിക്കും. അപ്പച്ചി ഇതിനൊന്നും സമ്മതിക്കൂല. അതെന്ത്? നീ വേറെ ജാതി, ഞാൻ വേറെ ജാതിയല്ലേ. അവിടെയാണ് MK പോൾ ചെയ്യുന്ന നിന്റെ അപ്പച്ചൻ നിനക്ക് മനസ്സിലാകെ പോയത്. ഇനി ഈ പറമ്പിന്റെ മതിലിന്റെ ഫ്രണ്ടിൽ പച്ച മലയാളത്തിൽ നിന്റെ അപ്പച്ചൻ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവത്തെ ഓർത്ത് ജാതി ചോദിക്കരുതെന്ന്. ഇടി പുള്ളി കമ്മ്യൂണിസ്റ്റ് ആണ്, സോഷ്യലിസ്റ്റ് ആണ്. എന്റെ പൊന്നാവേശേ, അത് അപ്പച്ചന്റെ ജാതി ചോദിക്കരുത് എന്നാ പറഞ്ഞ. ആര് ചോദിക്കുന്നു? ഞാൻ ചോദിക്കോ? ഞാനും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഒക്കെ ആണല്ലോ. അതായത് ഇതേതാ മരം? ഇതൊരു വാഴമരം, കായ കാച്ചിരിക്കുന്നു. ഇതാണ് ജാതി മരം. ഈ ജാതി മരം ചോദിക്കരുത് എന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. ഇത് ചോദിക്കരുതെന്നാണ്? മറ്റു ജാതി അല്ലേ? അയ്യോ, അപ്പൊ നമ്മുടെ കല്യാണം കോളമായി. നമ്മളിപ്പോ ഇവിടെ തർക്കിക്കാനാണോ അതോ പ്രേമിക്കാനാണോ വന്നത്? തർക്കി വിരിച്ച് പ്രേമിക്കാൻ. എന്താണ്? തർക്കിക്കാതെ പ്രേമിക്കാൻ. പ്രേമിക്കൂ. എന്നാലേ എനിക്കൊരു കാര്യം വേണം. മനസ്സിലായി. വാ. അതെ, ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു പട്ടിയില്ല. ഉറപ്പാണോ? സത്യം, ഞാൻ റെഡിയാ. എനിക്ക് ആ ജാതിക്ക് പറിച്ചു തരോ? പറിച്ചു തരണം. ഓക്കേ. എത്തുന്നില്ല, അതാണ് സമയത്തിന് എത്തൂല്ലല്ലോ ഈശ്വര. അതെ, ഈ സാധാരണ ഇങ്ങനെ എത്താതെ വരുമ്പോ അടുത്ത് നിൽക്കുന്ന ആളിനെ പൊക്കിയെടുത്ത് പറിക്കാറാണ് പതിവ്. അല്ല, നീ എന്നെ പൊക്കണം, അതല്ല എനിക്കെടുത്ത് പറിക്കാൻ പറ്റുമോ? ഞാൻ നിന്നെയാണ് പൊക്കാനുള്ള. ഓ, നീ എന്നെയല്ലേ വെയിറ്റ് കൂടുതലാണല്ലേ? സോറി, ടെൻഷനായിട്ട് മാറി വേണേ. അപ്പോ ഞാൻ നിന്നെ പൊക്കാൻ പോകുന്നത്. ദൈവം കാത്തോണേ, ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ പൊക്കാൻ പോകുന്നത്. അവിടെ ജാതിക്ക് വീണെടുക്കുന്നുണ്ട്. ഒരു ടൈമിംഗ് ഇല്ലാതായി പോയില്ലറേ മരമേ. കുറെ വീണു. കഴിച്ചോ? ഇതിനകത്ത് അപ്പച്ചനാ? ഇതിനകത്തല്ല, നിന്റെ അപ്പച്ചൻ അറിഞ്ഞ എന്നെ കൊന്നുകളയും. ഒരു കട്ടിലും ഇല്ലല്ലോ അടിക്കാൻ ഒളിക്കാൻ. ഇനി കട്ടിലടി അല്ലടി സാധാരണ ഒളിക്കാറ്. നീ ഒരു ഐഡിയ പറ. ഐഡിയ ഞാൻ ഇങ്ങനെ നിക്കാം. നീ എന്റെ ബാക്കിൽ ഒളിച്ചോ? അടിപൊളിയായിരിക്കും. മരച്ചീനിയുടെ ബാക്കിൽ ചക്കക്കൊമ്പൻ ഒളിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഞാനൊരു ഐഡിയ പറയാം. ഞാൻ മുമ്പിൽ നിൽക്കുന്നു, നീ ബാക്കിൽ നിൽക്കുന്നു. എങ്ങനെയുണ്ട്? എന്നെ കാണൂലല്ലോ. എന്തൊക്കെ ഐഡിയ പറയണേ ദ്രോഹി. പിടിച്ചു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഊരിക്കോ. തേങ്ങല്ലടി. ഓടരുത്. അതിന് ആരോടി? ഞാൻ ഇവിടെ നിക്കല്ലേ. ചമ്മീലോ, ആരടാ നീ? ആരടാ നീ? അപ്പൊ നീയാണ് ഇവിടെ വന്ന് എന്റെ ജാതിക്ക മുഴുവൻ കട്ടോണ്ട് വന്ന കള്ളൻ. അതെ, നീ തന്നെ. ഞാൻ കള്ളനല്ല. കേസ് കൊടുക്കും, നിന്നെ കോടതി കയറ്റും. അയ്യോ, സത്യമായിട്ട് ഞാൻ കള്ളനല്ല. ഞാനേ ഇത് ഒരാളിന് കൊടുക്കാൻ വേണ്ടി വന്നതാ. എടാ, അതിനാടാ പറയുന്നത് നീ ഇവിടുന്ന് മോട്ടിച്ച് വേറൊരാൾക്ക് കൊടുക്കുന്നു. അതിനാണ് മോഷണം എന്ന് പറയുന്നത്. അതല്ലെന്ന്, ഇത് ഞാൻ സ്നേഹത്തോടെ ഒരാളിന് കൊടുക്കാൻ വേണ്ടി പറിച്ചതാണ്. നീ സ്നേഹത്തോടെ ഒരാൾക്ക് കൊടുക്കുന്നു, അവൻ സ്നേഹത്തോടെ നിനക്ക് പൈസ തരുന്നു. അത് കീശയിലിട്ട് നീ ഇങ്ങോട്ട് വരുന്നു. കള്ളൻ കള്ളൻ. ഞാനിത് പ്രശ്നമാക്കും, ഞാൻ പ്രശ്നമാക്കും. വാസ്തവത്തിൽ നീ ആരുടെ മോനാ? വാസ്തവത്തിൽ ഞാനില്ല, വാസ്തവത്തിൽ പൃഥ്വിരാജല്ലേ? പൃഥ്വിരാജോ? അതല്ല ചോദിച്ചത്. നീ ആ വാസവന്റെ മോനല്ലേ? അല്ലല്ല, വാസവന്റെ മോനല്ലേ? വാസവന്റെ മോനല്ല. ഞാൻ വാസവനെ വിളിക്കും. ഞാൻ ഇപ്പൊ തന്നെ വാസവനെ വിളിക്കരുത്. എന്നെ നിക്കറെ പിടിക്കില്ല. നിക്കറിലല്ല, മുണ്ടിലല്ലേ പിടിച്ചത്. അപ്പൊ ഞാൻ നിക്കറിട്ടിട്ടില്ല. അയ്യേ, കിട്ടി. വാസവാ, ഞാൻ നിക്കറിട്ടിട്ടില്ല. അല്ല വാസവ, നീ ഇവിടെ? നീ എന്റെ തോട്ടം വരെ ഒന്ന് വന്നം. നീ പോടാ, എന്റെ പട്ടി വരും. നീയല്ലേ പറഞ്ഞ തോട്ടത്തിൽ കയറിയ കാര്യമല്ലേ ഓടിക്കുന്നു. ഫോൺ ചെയ്ത് ഞാൻ ജമ്മു ആണല്ലോ. നീ ഇവിടെ വരെ വരണം. നിന്റെ മകനെ ഞാൻ കൈയോടെ പിടിച്ചിട്ടുണ്ട്. ആവേശം എന്നാണോ അവന്റെ പേര്? അവനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവൻ എന്റെ തോട്ടത്തിൽ വന്ന് ജാതിക്കാൻ മോഷ്ടിച്ചോണ്ട് പോണു. ഞാൻ കേസ് കൊടുക്കും. മാമ, സത്യമായിട്ട് ഇവിടെ നിന്ന് മോഷ്ടിക്കുന്നത് ഞാനല്ല, അത് വേറൊരാളാണ്. അയാളെ പേരെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ മോഷ്ടിച്ചോണ്ട് ചാക്കരായി കൊണ്ടുപോകുന്ന ആളിനെ എനിക്ക് കണ്ടാ അറിയാം. ഉരുണ്ട് കളിക്കൊന്നും വേണ്ട മോനെ. നിന്നെ ഞാൻ കോടതി കയറ്റിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അയ്യോ അച്ഛൻ. അയ്യോ അച്ഛനോ?
ആ നീ അറിഞ്ഞോ എന്നതാ എന്നാന്നോ എന്നതാ പ്രശ്നം? നിന്റെ മകൻ ഇവിടെ വന്നിട്ട് ജാതിക്ക മുഴുവൻ കട്ട് അവൻ പുറത്തു കൊണ്ട് വിൽക്കുന്നു. ആ കള്ളനെ കൈയോടെ പിടിച്ചു ഞാൻ. എന്റെ മോൻ ആവേശ് ആ അവനതിന്റെ ആവശ്യമില്ല. അതിനാ അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശല്ലേ. എല്ലാ ദിവസവും 10 രൂപ പോക്കറ്റ് മണി ഞാൻ കൊടുക്കുന്നുണ്ട്. ചുമ്മാ അടിച്ചു പൊളിച്ച് കിടക്കാൻ. ആ അമ്മക്കൻ ചെറുക്കന് 10 രൂപ കൊണ്ടോ? 8 10 ആക്കിയതാ ഞാൻ. ആ ഭർത്താക്കിയത് അവൻ അത് പോരാ, തികയത്തില്ല. അതുകൊണ്ടാണ് അവൻ ഇവിടെ വന്നിട്ട് ജാതിക്ക മോട്ടിച്ച് കൊണ്ട് വിറ്റ് കീശ കാശുമായിട്ട് നടക്കുന്നത്. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. അവനോടെ അവന്റെ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. എന്നെ കണ്ടോണ്ട് വിളിച്ചേക്കോ? എല്ലാം ഭയങ്കര പേടിയാ. ആണോ? ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാം. പേടിച്ച് വളർത്താ. അയ്യോ 10-20 ജാതിക്ക ഉണ്ടാകുന്ന കമ്പ് അവൻ ഓടിച്ച് ഓടാ അവിടുന്ന്. അവന്റെ കൊടയിലെ തൊലി ഞാൻ ഇന്ന് പൊളിക്കുന്നേ. ആ അവന്റെ തുടരെ തൊലിയാണെങ്കിൽ 2 ചെണ്ടയ്ക്കും 2 മദ്ദളം ഉണ്ടാക്കാനുള്ള തൊലി കിട്ടും. അതിനുള്ള തുടയുണ്ടാവും. ആവേശേ പേടിച്ചിരിക്കാ. ആവേശേ ഓച്ചാ എടാ പുറത്തോട്ട് ഇറങ്ങി വാടാ. വരൂല. ഇറങ്ങി വാടാ ഇവിടെ. അന്ന് അച്ഛനെ അടിക്കും. നീ ഒന്നും പേടിക്കണ്ട, അച്ഛൻ ഒന്നും ചെയ്യത്തില്ല. വാ ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് കൊടുക്കണേ അങ്ങോട്ട്. അമ്മയുടെ ചുരിദാർ ഇട്ടൊന്നും വന്നേക്കടാ. കണ്ടോ ചോദിച്ചു നോക്കടാ. എന്റെ മോനെ തല്ലിക്കൂട്ടി മെലിഞ്ഞ് ഈർക്കിരി പോലെയുള്ളവൻ. നിന്റെ മോനെയോ? ആ അയ്യോ എന്റെ മോളെ നീ തല്ലിയോ? എന്താണ് എന്റെ മോളെ തല്ലിയത്? ഇത് തന്റെ മോളാ. തന്റെ മോക്കെന്താ ഇവിടെ കാര്യം? എന്റെ മോക്ക് അത് ശരിയാണല്ലോ. നിനക്കെന്താണ് ഇവിടെ കാര്യം? ഞാൻ ഞാൻ പറയാം. അച്ഛൻ നമുക്ക് പിന്നെ സംസാരിക്കാം. അതായത് ഈ ഞാൻ സ്നേഹത്തോടെ ഒരാൾക്ക് ജാതിക്ക കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ആളാണ് ഈ ആള്. ഈ ആളോ? എടാ നീ സ്നേഹത്തോടെ ജാതിക്ക കൊടുക്കാൻ എന്റെ മോക്ക് വിരശല്യമില്ല. ഇപ്പൊ കാര്യം മനസ്സിലായോ? ശരിക്ക് പ്രതി ഇവനല്ല, ശരിക്ക് പ്രതി തന്റെ മോളല്ലേ. അതെങ്ങനെ പ്രതിയാവും? ഇവൻ ജാതിക്ക പറിച്ചു കൊടുക്കുന്ന ഇവക്കല്ലേ, ഇവളല്ലേ വിറ്റ് കാശുണ്ടാക്കുന്നത്. പറയല്ലേ? അങ്ങനെയൊന്നും എന്റെ മോള് ചെയ്തില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ആ എന്റെ മോക്ക് ജാതിക്ക ഭയങ്കര ഇഷ്ടാ. നമുക്ക് ഞാൻ ചെറുപ്പത്തിൽ ഉപ്പും കൂട്ടി ചതച്ച് ജാതിക്ക കൊടുക്കുമായിരുന്നു. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അതാണോ? അതല്ല, ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാ. അവനും അതെ, അവന് പുളിക്കൊതിയതാ. ജാതിക്കാന്ന് കൊണ്ടാ മാങ്ങ വാളംപുളിയൊക്കെ കണ്ട ചുമ്മാ വലിച്ചു കയറ്റവൻ. ഭയങ്കര കൊതിയാ. ആണോ? അയ്യോ നിങ്ങളൊന്ന് മനസ്സിലാക്ക്, ഞങ്ങൾ 2 പേരും പ്രേമത്തിലാച്ചാ. അത് പറ, അതല്ലേ ആ പ്രശ്നം. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിച്ചാൽ അതുകൊണ്ട് മാത്രം ഞാൻ അവരെന്താ പറഞ്ഞ? പ്രേമത്തിലാ. പ്രേമത്തിലോ? 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 പ്രശ്നം നടക്കൂല. ഇത് നടക്കൂല. നടക്കില്ല. എന്തോ നടക്കൂല. ഞങ്ങള് വേറെ ജാതിയാ. നിങ്ങൾ 2 വേറെ ജാതിയാണ്. എനിക്കെന്താണ് പ്രശ്നം? പൊട്ട അതല്ല, നീ ഇവളും വേറെ ജാതിയല്ലേ. വേറെ ജാതിയിലുള്ള ആൾക്കാർ കല്യാണം കഴിക്കാൻ ഇവരും സമ്മതിക്കൂല, ഞാനും സമ്മതിക്കൂല. അപ്പൊ ഞങ്ങളെ കല്യാണത്തിന് സമ്മതിക്കൂല? ഇല്ല സമ്മതിക്കില്ലെങ്കിൽ ഞങ്ങൾ 2 പേരും ഈ ജാതി മരത്തിൽ കെട്ടിത്തൂക്കി ചാകും. അയ്യോ എടാ ചത്ത് പ്രേതായി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറമ്പി വരണേ. എനിക്ക് പേടിയാണ്. എടാ ചാകുന്നാണ് പറഞ്ഞത്. ചാകുന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചാകുന്ന ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 2 പേരും ജാതി മരത്തെ കെട്ടി തൂങ്ങിച്ചാകും. ഞാൻ തൂങ്ങിച്ചാകണ ഈ ചത്ത എന്നെ കൂട്ടുപിടിക്കണേതിനാ? അല്ല അവര് ഒന്നായിട്ട് നിന്ന് ചാകുന്ന് പറയുമ്പോ അവരൊന്നായിട്ട് കല്യാണം കഴിക്കാൻ പോണോ? നമ്മളൊന്നായിട്ട് കല്യാണം കഴിക്കണ്ടോ? ചമ്മുവാണല്ലോ. ആ ചമ്മും. ഞാനൊരു കാര്യം പറയാം. പിള്ളേര് ഭയങ്കര സീരിയസ് ആയിട്ടാ. അസ്ഥിയെ പിടിച്ച പ്രേമമാണ്. നമ്മൾ എന്തെങ്കിലും ഉടക്ക് വെച്ചാൽ പിള്ളേർ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. ആണോ? അതുകൊണ്ട് പറഞ്ഞ് സോൾവ് ചെയ്യുന്നതാണ് ബുദ്ധി. ഓഫർ കൂടെ ഓഫർ. അതെ ഇവക്ക് കല്യാണപ്രായം ആയിട്ടില്ല. ഇവക്ക് കല്യാണപ്രായമാകുമ്പോ നിനക്ക് ഈ പ്രായമാണെങ്കിൽ ഞാൻ അങ്ങ് കെട്ടിച്ച് തരും. ഉറപ്പ്. വാക്കാണോ? വാക്ക്. എന്നാ ശരി. ഓളച്ചൻ വാക്ക് പറഞ്ഞ വാക്കാ. അടി കഴിയും മറിച്ചിട. ഓക്കെ, അങ്ങനെ ആ പ്രശ്നം അങ്ങോട്ട് സോൾവ് ആയി. ഒരു കാര്യമുണ്ട്, ഈ പ്രശ്നം നമ്മൾ 2 കുടുംബക്കാരെ ഇപ്പൊ അറിഞ്ഞിട്ടുള്ളൂ. 1 2 3 4 പേരെ അറിഞ്ഞിട്ടുള്ളൂ. പുറത്താരും അറിയാൻ പാടില്ല. 4 പേരെ അറിയാവുള്ളൂ. 5ാമത് ഒരാള് അറിയാനേ പാടില്ല. 5ാമൻ അറിഞ്ഞു. അയ്യോ എസ്തപ്പാനോസാണുള്ളത്. പ്രോത്സാഹനമാകും. അവനറിഞ്ഞ ആകെ കൊളവാകും. 5ാമൻ അറിഞ്ഞു. അതെ എസ്തപ്പാനോസേ, ഈ 5ാമനോട് നീ പറയണം 6ാമൻ അറിയരുതെന്ന്. ഈ 5ാമെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞെന്ന് നോക്കിക്കോ. ഇത് ഞാൻ നാട്ടുകാരെടുത്ത് പറയും. എസ്തപ്പാനോസേ പറയരുത്. ഞാൻ പറയും. നോക്കിക്കോ. പറയരുത്. പറഞ്ഞാൽ പറയും ഞാൻ. എനിക്ക് ഇയാളെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കള്ളൻ ഇവിടെ രാവിലെ ചാക്കിൽ ജാതിക്കെല്ലാം കെട്ടി മോട്ടിച്ചോണ്ട് പോകുന്നു. ആ കള്ളനാണ് ഇവനോ?
എസ്തപ്പാനസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയോ എസ്തപ്പാനസേ എന്റെ പൊന്നിഷ്ട ഇതല്ലേ നിക്കണത് എടാ എസ്തപ്പാനെ നീ ഇവിടെ വന്നിട്ട് എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കായിരുന്നല്ലോ ആ ശരി നിന്നെ ആ കോടതി കയറ്റുവിടാ കോടതി കയറ്റും എന്നെ കോടതി കയറ്റിക്കോ എന്നെ കോടതി കയറ്റിക്കഴിഞ്ഞാൽ ഇത് ഞാൻ നാട്ടുകാരടുത്തൊന്നും എല്ലാം പറഞ്ഞു കൊടുക്കും നാട്ടിൽ ഞാൻ പാട്ടാക്കും. അതിന് നിനക്ക് പാട്ട് പാടാൻ അറിയോ? ആ എനിക്കറിയാം. മാളൂര് ജാതിത്തോട്ടത്തിൽ ചുറ്റിക്കളി എന്താ ഞാറോടി എടുത്ത കളിക്കാൻ പോണോ? ആന്ന് നാട്ടിൽ പറയും ഞാൻ. എടാ ഞങ്ങൾ നാട്ടിക്കില്ലടാ. പപ്പടം പൊടി പൊടി പപ്പടം എണ്ണയിൽ കളകളം പാടുന്ന പപ്പടം കണ്ണുള്ള പപ്പടം കവിളുള്ള പപ്പടം ആന പപ്പടം ചേന പപ്പടം മുളക് പപ്പടം കുഞ്ഞ പപ്പടം പിന്നെ അവൻ ഈ നാട് മുഴുവൻ ഓടി കിടന്ന് പാട്ടാക്കും. നാടോടി പാട്ടും പാടി അവനും കൊണ്ട് പോയി. എടോ എന്നാ ചെയ്യും? നമ്മൾ രണ്ടുപേരും അവസാനം തൂങ്ങിച്ചാകേണ്ട വരും. അയ്യോ എന്നെ രക്ഷിക്കണേ. എസ്തപ്പാനല്ലേ? എസ്തപ്പാനാ അത്? ആ അത് ശരിയാണല്ലോ. അവനെന്നാ പോലും പറ്റിയേ? അയ്യോ അയ്യോ എന്റെ കാലെ കെടി കയറി. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ ഞാൻ അവിടെ വെച്ച സാധനം ആരാണ് അപ്പുറത്ത് കൊണ്ട് കളഞ്ഞേ? താങ്ക് യു വരുമാനെ. ഞാൻ എന്തോ ചെയ്യൂ? എടാ സ്വന്തം കൂട്ടുകാരനെ ചതിച്ചാക്കേ ഇത് തന്നെ വരണം. ഇതിപ്പോ എന്തോ ചെയ്യുമെന്ന് പറ. ഒന്നും ചെയ്യണ്ട. സാധാരണ പന്ന് കെണി വീണ് കഴിഞ്ഞാൽ അതിനെ കൂടത്തിന് അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊല്ലും. അയ്യോ എന്നെ കൂടത്തടിച്ച് കൊല്ലാൻ പോവാണ്. അല്ല അല്ല അല്ല, ഈ പറമ്പിന്റെ പുറകിലൊരു കുളമുണ്ട്, അതിനകത്ത് മുക്കിക്കൊല്ലും ഞാൻ. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ മിന്നു, എന്താണ് നമുക്ക് ഹോട്ട് ന്യൂസ്? ആരാണ് വരാൻ പോകുന്നത്? വീണ്ടും ടാസ്ക്. അറിയണല്ലോ. നവരസങ്ങൾ മുഖത്തിന്റെ എക്സ്പ്രഷൻസ് ഇടാം. അപ്പൊ അത് ചെയ്യുന്നത് അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാരല്ലേ? അറിയുന്ന ആൾക്കാരല്ലേ ഇവിടെ മൊത്തം ഉള്ളത്. എവിടെ? ഇതേ അങ്ങോട്ട് നോക്കി പറ, എന്നെ നോക്കണ്ട. ഇവിടെ മൊത്തം ഉള്ളത്. അപ്പൊ അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർക്കുള്ള ടാസ്ക് ആണ് കൊച്ചു തരാൻ പോകുന്നത് നവരസങ്ങൾ. എങ്ങനെയാ? നമുക്കൊന്ന് നോക്കിയാലോ? നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. എങ്ങനെയാ അത് പറഞ്ഞോ? എങ്ങനെയാന്ന്? കോപ്പിക്കോ, വേഗം പോക്കോ. പോക്കോ. വിപിൻ ചേട്ടനാണ്. ചേട്ടൻ രൗദ്രം. രൗദ്രം. ദ്രൗദ്രം രൗദ്രം കാണിച്ചേ. ഇത് ദൗദ്രിയാണോ? മറ്റേ 70mm വേണ്ടി അഭിനയിക്കണം. നമ്മൾ ഷോട്ട് നോക്കി പോയി കറക്റ്റ് ആയിരിക്കും. കുഴപ്പമില്ല, പാവല്ലേ. ഓക്കെ, പിന്നെ ചേട്ടൻ ഭയാനകം. നീ തീർന്നടാ, നീ തീർന്നു. ഇത് ടിവിക്കാ എന്നെ മിന്നു പിടിക്കാൻ വരുന്നേ. വിത്ത് ഡയലോഗ്. കുട്ടികളുടെ അടുത്ത് ചെയ്യുമ്പോ ഒരു പൊടി കൂടുതൽ ഇടണം. ചേട്ടൻ ശൃംഗാരം. എന്തോ എന്നെ കുറിച്ച് കൊച്ചറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. ഇത് ഒളിഞ്ഞു നോട്ടാണല്ലോ. ശൃംഗാരം ഞാൻ വേണ്ടി കഴിക്കും. റെഡി? കണ്ടോ കണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വേറെ ആയിട്ട്, ഇത് മൂഡ് വേറെയാണ്. ഇത് ശൃംഗാരമല്ല, ഇത് അഹങ്കാരമാണ്. ഹൈലൈറ്റ് ആയിട്ട് പുരിയാണ്. ശൃംഗാരമല്ല. എന്നാ നമുക്ക് നോക്കാം പക്രുചേട്ടന്റെ ശൃംഗാരം. അയ്യോ ശൃംഗാരം. റെഡി? മ്യൂസിക്. ഇത് കോളേജ് പഠിച്ചപ്പോഴത്തെ എന്തോ ഒരു ശൃംഗാരം. അല്ല അല്ല, കൊച്ചു പിള്ളേർക്ക് വരെ മനസ്സിലായി എന്റെ ശൃംഗാരം. ഞങ്ങക്ക് മനസ്സിലാവണ്ടേ? ബീവത്സം കൊടുക്കാം. പറഞ്ഞു ശാന്തം വേണ്ട, ശാന്തം വേണ്ട. മിണ്ടാണ്ടിക്കുമല്ലോ. തലക്ക് മോളെ. ശാന്തം. ശാന്തം. ഓക്കെ. ചേച്ചിയോട് ബ്രീത്ത് എടുക്കാനല്ല പറഞ്ഞത്, ശാന്ത എന്നാ പറഞ്ഞത്. ഇത് ശാന്തം. അല്ല, ഇത് ശാന്തം. മരവിപ്പെന്നല്ലേ ഇത് തരിച്ചു നിൽക്കും. ആക്ച്വലി ചമ്മി നിറയെ ബ്ലീച്ച് ആയ എക്സ്പ്രഷൻ ആണ്. നീ ആക്ച്വലി ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞേ? ഞാൻ എന്താ
പറഞ്ഞു തരുന്നേനോ ഇപ്പൊ നമ്മള് മുഖത്തെ എല്ലാം എക്സ്പ്രഷൻ കാണിക്കുന്ന വൈറലായ ഒരു ചേട്ടനാണ് ഞാൻ കൊണ്ടുവന്നത്. ഇതിൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ലേ? മറ്റേ ഞാൻ കണക്ടിവിറ്റി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ എന്നെ കളിയാക്കിയല്ലോ. നിങ്ങൾക്ക് കുഴപ്പമില്ലേ? ഉണ്ടാക്കി നല്ല കണ്ടന്റ് ആണ്. അത് മാത്രല്ല ഇതിലേക്ക് വരുന്ന എന്ത് ബ്രില്യന്റ് ആയിട്ടാണ്. ആ ബ്രിഡ്ജൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങള് നവരസങ്ങളൊക്കെ ക്ഷീണിച്ചിരിക്കല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഒരാൾ നവരസം കാണിച്ചു തരണ്ടേ? ചേട്ടൻ വിവേകേട്ടൻ. വിവേകേട്ടൻ. അപ്പൊ വിവേകേട്ടനെ വിളിക്കാം. വിവേകേട്ടൻ ഓടി വായോ. ഓ വിവേകേട്ട വായോ. അരയോ പെസന്തി. മറന്നു തിങ്ങിപ്പറന്ന പൊന്നിങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിത്തടച്ചതല്ലേ വെറുതെ ഓരം കൊള്ളും മനസ്സേ പാവം ചെക്കയുടനും പാതുവിറയും പക്ഷി പറയും ഭൂമിയെ നീ അത് മുടികൊടുക്കുമെന്നൊരു സായികുമാർ സൂപ്പർ. വിട പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ, ഇരുളടയുകയാണോ മിഴിണയുടെ കൂടുകൾ, വിരഹമരുഭൂമിയിൽ ഓർമ്മകളുമായി തനിയെ അലയേ. വിവേകേ ഗംഭീരായിരുന്നു. ഓ താങ്ക് യു. ഇതെങ്ങനെ തുടങ്ങിയത് അതാണ് അറിയേണ്ടത്. ഇത് ഇങ്ങനെ എന്റെ മുഖത്ത് ഇത്തരം ഭാവങ്ങളൊക്കെ വരും. ഇത് ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ റീൽസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം പക്രുചേട്ടൻ തന്നെയാണ്. ഞാനോ? അതെ അതെ, പക്രുചേട്ടനാണ് എന്നെ വഴിതെറ്റിച്ചതെന്ന് പറയാം. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്തു, അത് ഒരു പേജ് വഴി പക്രുചേട്ടന് കിട്ടിയിട്ട് പക്രുചേട്ടൻ ഷെയർ ചെയ്തിട്ടാണ് ഒരുപാട് വൈറലായത്. ഓ അത് ശരി. അതെ 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 അതെ. ഞാനത് മറന്നുപോയി കേട്ടോ. ഈ ഡെയിലി 10-300 നന്മ വെച്ച് ചെയ്യണോണ്ട് ഓർമ്മയില്ല. ഞാൻ ഓൾറെഡി വിവേകിന്റെ ഫാനായിരുന്നു. എനിക്കൊന്ന് ലോക്ക്ഡൌണിന്റെ ടൈമിലായിട്ട് ഞാൻ നമ്പർ തപ്പി പിടിച്ച് വിളിച്ചത്. അതെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി. എനിക്ക് നമുക്ക് വിവേകിന്റെ 2-3 വീഡിയോസ് കണ്ടാലോ? ആയിക്കോട്ടെ. ഓക്കെ നമുക്ക് വീഡിയോസ് കാണാം. യെസ്. ഈ ചെറുപ്പക്കാരന്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. അയാളെ ശരീരം തൊട്ടില്ല, അയാളെ ഒന്നും ചെയ്തില്ല. ഈ 2 കൈയും കൂട്ടി ഇങ്ങനെ ഇടി. ഞാനൊരു ലോക്കലാണ്. ഈ വിളി കഴിഞ്ഞ ഞാനൊരു ലോക്കൽ വിളിച്ചോട്ടോ. നീ കൊള്ളാമല്ലോടി പെണ്ണെ. വേണ്ട വാസന വിട്ടേക്ക്. സർക്കിളേമാന്റെ മോളാ. ഓഹോ, സർക്കിളേമാന്റെ മോളാണോ? അപ്പൊ കുറച്ച് മര്യാദ കൊടുക്കണമല്ലോ. അടിപൊളി. ഈ സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഈ വിവേകാണ്. മനസ്സിലായില്ലേ? അയ്യോ, ഇതിലൊരു വളരെ പ്രത്യേകതയുള്ള കാര്യം എന്ന് പറയും, ബാക്കിയുള്ള നമ്മളിപ്പോ മിമിക്രിയിൽ ഒരുപാട് പേര് ഫിഗറുകൾ നമ്മൾ ചെയ്യണുണ്ട്. അവരെല്ലാവരും നമ്മൾ ലോങ് ഷോട്ടിലാണ് ഏറ്റവും കൂടുതൽ ഫിഗർ ഫീൽ ചെയ്യുക. അടുത്തെത്തുമ്പോ അവരുടെ ഫിഗർ കുറയാണ്. ഇത് തിരിച്ചാ. അല്ല, പ്രത്യേകിച്ച് ഈ കണ്ണിന്റെ ഒരു മൂവ്മെന്റ് സായിച്ചണ്ടൊക്കെ ചെയ്തപ്പോ ഭയങ്കര രസമുണ്ട്. കണ്ണും പരിപാടികളും. അത് ഇത് മിമിക്രി ആണോന്ന് വെച്ചാൽ മിമിക്രി അല്ല. പുള്ളി ഒരു സോൾ ഉണ്ട്. ഓരോ നടന്മാരുടെ ആത്മാവ് അങ്ങോട്ട് ഉള്ളിലേക്ക് ആവാഹിച്ചിട്ട് അത് മുഖത്ത് വരുത്തുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഓർഡിനറി. പൊളിച്ചു. വീട് എവിടെയാ? ചേട്ടാ തൃശ്ശൂർ ജില്ലയില് വടക്കാഞ്ചേരി അടുത്ത് നെല്ലുവായിലാണ് എന്റെ വീട്. നെല്ലുവായില്. ഇപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ? എന്താണ് ഇപ്പം? ഞാൻ കൂടുതൽ ഇപ്പൊ റീൽസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോ ചെറിയ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട്
ആക്ടിങ്ങിലേക്ക് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി തുടങ്ങി അപ്പൊ വഴി തെറ്റിച്ചത് വെറുതെ ആയില്ല. സൂപ്പർ 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 കൊള്ളാം. നമുക്ക് ഡയലോഗ് അടിക്കാനുള്ളതല്ലേ, വേഗം വാ. ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് ചോദിക്കാതെ ഒരു മിനിറ്റ് ഡയലോഗ് ഞാൻ 1 2 3 ഞങ്ങൾ പറയും പറ്റൂല, ഞങ്ങള് പറയും. നമുക്ക് ചോദിക്കാം കേട്ടോ. 1 2 3 സ്റ്റാർട്ട്. ഞാൻ കൊണ്ടുവന്ന അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ദാറ്റ് ഇങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളത്. മറ്റേത് ഇൻസ്റ്റയിൽ ലൈക്ക് ഇട്ട് പോയിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ പരിപാടി ഒന്നും തീർന്നിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇനിയും പരിപാടികളുണ്ട് അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഈ വിവേക് ബ്രോന് സമ്മാനം കൊടുക്കണ്ടേ? സമ്മാനം കൊടുത്തേ പറ്റൂ. ഓക്കെ, പ്രജോദേട്ടാ പ്ലീസ് ജോയിൻ us. ഓക്കെ, ലണ്ടൻ ക്ലാസിക് നൽകിയ ഒരു അടിപൊളി സമ്മാനമാണ് ലഭിക്കുന്നത്. ഇനിയും ഒരുപാട് അടിപൊളി വീഡിയോസ് ഒക്കെ വരട്ടെ, ചെയ്യാൻ പറ്റട്ടെ, സിനിമകൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ മിനുക്കുട്ടി, ഇനി എന്താണ് അടുത്ത പരിപാടി? ഇനി അടുത്തത് ഒരു ചേച്ചി മിമിക്രി ചെയ്യാൻ പോവാണ്. ചേച്ചി മിമിക്രി ചെയ്യാൻ പോവാണ്. അപ്പൊ അത് കാണാം അല്ലേ? ചേച്ചിയുടെ പേരെന്താ? അന്നത ചേച്ചി. അപ്പൊ നമുക്ക് അന്നത ചേച്ചിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അന്നദ. ഞാൻ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയാണ്. MA എക്കണോമിക്സ് 4th സെമസ്റ്ററാണ്. ഇക്കൊല്ലത്തെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് മിമിക്രിയിൽ. പിന്നെ മോണോ ആക്ടിൽ A ഗ്രേഡും ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു. ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മമത മോഹൻദാസിന്റെ ശബ്ദമാണ്. അത് മൈ ബോസ് എന്ന് പറയുന്ന സിനിമയിലെ ശബ്ദമാണ് ആദ്യം അനുകരിക്കുന്നത്. മനു, നിന്റെ മുറി, നിന്റെ ബെഡ്, നിന്റെ കട്ടിൽ, ഇവിടെ നീ തന്നെ കിടന്നാ മതി. ഐ എം യുവർ ബോസ്, അത് മറക്കണ്ട. യു ബ്ലഡി പവർഡ്. ഇതായിരുന്നല്ല നിന്റെ മനസ്സിലിരിപ്പ്. ഇതിനാണല്ലേ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. നിന്റെ ഒരു ഉദ്ദേശവും എന്റെ അടുക്ക നടക്കാൻ പോകുന്നില്ല. ഇഫ് യു ടച്ച് മീ ഐ വിൽ കിൽ യു. അടുത്തത് ഭാവനയുടെ ആദ്യകാല ശബ്ദമാണ്. ഒരു പഴയ ഇന്റർവ്യൂവിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ആയിക്കോട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂച്ച ഉണ്ടായിരുന്നു. പൂച്ചയുടെ പേര് ചിഞ്ചു എന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പൂച്ച ഞാൻ കൊടുക്കുന്നത് തിന്നുന്ന മാത്രമല്ല, അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം തീട്ട് അതിന്റെ വയറൊക്കെ ഇതിന്റെ പെട്ടി വയറായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വീട് മാറുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്റെ പൂച്ച എന്റെ കൂടെ വേണം, എനിക്ക് എന്റെ ചിഞ്ചുനെ വേണമെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്കങ്ങ് വരത്തില്ല, നിനക്ക് വേണമെങ്കിൽ നീ കൊണ്ടുപോയിക്കോളാനെന്ന്. അങ്ങനെ ഞാൻ പൂച്ചനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചപ്പോ പൂച്ചയുടെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്ക് പോയി. അപ്പൊ അടുത്തത് അടൂർ ഭവാനി അമ്മയുടെ ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗം. ഹിറ്റ്ലർ 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 പണ്ടാറ് വടങ്ങാനായിട്ട് മാറിക്കിടക്കണ തടിയോ, കണ്ണു കുടിച്ച് വഴി മറക്കമെന്ന് അടിച്ച് കിടക്കുക മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മക്കളെ മാധവൻകുട്ടിക്ക് ഒരട്ടപ്പേരുണ്ടല്ലോ, അതെന്തുവാ? ആ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞേച്ചതാ, മറക്കല്ലെന്ന്. എന്തുവാ പേരെന്തുവാന്നാ പറഞ്ഞേ? ഹിറ്റ്ലർ ഹിറ്റ്ലർ മാധവൻകുട്ടി. കൊതിപ്പിച്ചല്ലോടി കൊച്ചേ, ചക്ക വീടതാന്ന് കരുതി. ഞെട്ടിച്ചു. അടുത്തത് ബിന്ദു പണിക്കരുടെ ശബ്ദമാണ്. പോടെ പട്ടി, എത്ര കാലമായിട്ട് നിന്റെ സൂക്കേട് മാറിയില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോ പാട്ടിനും ഡാൻസിനും ഒക്കെ ഞാൻ ഒന്നാമതായിരുന്നു. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്നെല്ലാരും എന്നെ സീലിംഗ് ബ്യൂട്ടി എന്നാ വിളിച്ചിരുന്നത്. ഞാനൊന്നും തേച്ചിട്ടില്ല. ജന്മനാ എനിക്കിങ്ങനെ നല്ല സൗന്ദര്യം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാണുന്നവർക്കൊക്കെ എന്റെ മുടിയെ കുറിച്ച് ചോദിക്കാനേ നേരുള്ളൂ. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. അടുത്തത് കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രമായിട്ടുള്ള ഡോറയാണ്. കൂട്ടുകാരി, ഞാനാണ് നിങ്ങളുടെ ഡോറ. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? അതെ, മഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ. ഉറക്കെ പറയൂ, മഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ. ആദ്യം നമ്മൾ മല കയറി, പിന്നെ നമ്മൾ തുരങ്കത്തിൽ കൂടെ പോയി. അതാ സ്റ്റേഷന്റെ ട്രാക്കുകളൊക്കെ കൊറുനരി മോഷ്ടിക്കുന്നു. കൊറുനരി മോഷ്ടിക്കരുത്, കൊറുനരി മോഷ്ടിക്കരുത്, കൊറുനരി മോഷ്ടിക്കേ ചെയ്യരുത്. അടിപൊളി. ആരാ അടിപൊളിയാന്ന് പറഞ്ഞേ? ആണോ? ഡോറ കാണാറുണ്ടോ? കറക്റ്റ് ആണോ? അടിപൊളി. ഡോറേനെക്കാട്ടിലും സൂപ്പർ. സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം. അടുത്തത് ജാനകി അമ്മയുടെ ഒരു പാട്ടാണ്. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ ശ്രമിച്ചു നോക്കാം. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ.
അടിപൊളി കാട്ടുപൊളി. അല്ല ഉഫ്, കാട്ടുപൊളി കാട്ടുപൊളി കാട്ടുപൊളി. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്ക, ഡോറനെ കെട്ടിപ്പിടിക്ക. ഓ സൂപ്പർ 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 സൂപ്പർ. ഡോറനെ ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ കൂടെ വരുന്നോ? അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ കൂടെ വരുന്നെന്ന് ചോദിച്ചു. കൊണ്ടോക്കോ കൊണ്ടോക്കോ. ബുജിയാണോ കൂടെ കൊണ്ടുപോവാൻ? ഞങ്ങള് പോവാ. അന്നദ കിഡിലും പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നല്ലേ ഞാൻ ഈ കെട്ടിപ്പിടിക്കുന്ന വേർത്തിട്ടാണ്. പേര് പോലെ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു അല്ലേ അന്നദ? ഓരോ വോയിസും കേൾക്കുമ്പോൾ ഈ പ്രകടനത്തിന് 1ാം സ്ഥാനം കിട്ടിയില്ലെങ്കിലുള്ള അത്ഭുതം. അത് മാത്രമല്ല എനിക്ക് തോന്നുന്ന ആൺകുട്ടികളെ പരാജയപ്പെടുത്തിക്കൊണ്ടാന്ന് തോന്നുന്നു അല്ലേ? അല്ലെ ആൺ പെൺ വ്യത്യാസം ഉണ്ടോ മിമിക്രിയില്? ഇല്ല ഇല്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഉഗ്രൻ എല്ലാം നന്നായിരുന്നു. മോണാക്കിൽ എങ്ങനെ വന്നു, മിമിക്രിയിൽ എങ്ങനെ ആയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ മകേഷ് കുഞ്ഞുമോനാണ് ഇപ്പൊ മിമിക്രി തിളങ്ങിയിരിക്കുന്നത്. ഇതിന് മറ്റൊരു മകേഷ് കുഞ്ഞുമോളാ. ഒരു കാര്യമായിട്ടുള്ളത് മോളെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പരമാവധി വേദികളിൽ പോകണം. കൂടുതൽ താരങ്ങളെ അനുകരിക്കണം. കാരണം നല്ല വോയിസ് ആണ് കേട്ടോ. ഭാവന ഇങ്ങനെ കിടക്കാം ഞങ്ങളുടെ. അതിന് ചോദിക്കാൻ വരാം, എടുത്ത വോയിസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ആരുടെ വോയിസ് ആണെന്നുള്ളത്? ഭാവനേച്ചിയുടെ തന്നെയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതും എല്ലാം മമത മോഹൻദാസ് ഒക്കെ ഭയങ്കര എക്സ്ട്രാordinary. ഒരു രക്ഷയില്ല മോളെ, ഒരു രക്ഷയില്ല. നിനക്കതല്ലേ പറ്റുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് പെർഫോമൻസിലായിട്ട് നമ്മുടെ ഈ വേദിയിൽ തന്നെ വരണം. ഓക്കെ ബിപിൻ ചേട്ടാ, നമുക്ക് സ്നേഹ സമ്മാനം നൽകണ്ടേ? യെസ്, പ്ലീസ് ജോയിൻ us. നമ്മൾ 2050 വാർത്ത പറഞ്ഞില്ലേ, അതുമായിട്ട് ജോയിൻ ചെയ്ത് പറയണം. 2050 വലിയ ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരിയായിട്ട് മാറട്ടെ. അതിന് ചെറിയ ടോക്കൺ അഡ്വാൻസ്. ആ നാക്ക് പൊന്നാവട്ടെ അല്ലേ? അതെ അതെ, നമുക്ക് കാണാം. അതൊരു അനുഗ്രഹമാവട്ടെ. ഡെഫിനറ്റ്ലി. അപ്പൊ എന്തായാലും വിത്ത് ദിസ് നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. സ്റ്റേ ട്യൂൺ. കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. പണ്ടൊരടങ്ങ് ജീവിക്കാൻ അനുവദിക്കത്തില്ല. എന്റെ പ്രശ്നം രാജേട്ടാ, എന്റെ പറ്റിയേ ഞാൻ ഈ സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നാന്ന്. അവിടെ ചെന്നപ്പോൾ തന്നെ അയാൾ എന്നെ അവിടുത്തെ ഭർത്താവ് പറഞ്ഞ കാലൻ എന്നെ തല. ഏത് വീട്ടിൽ എനിക്ക് മനസ്സിലായില്ല ചേട്ടാ. എന്റെ വീട്ടിൽ പോയ കാര്യമാണോ പറയുന്നത്? അല്ലല്ലോ. ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി വേറെ വീട്ടിൽ പോയി. ഞാൻ രാവിലെ മുതൽ ഇറങ്ങി നടക്കുവാണല്ലോ. അങ്ങനെ ഒരു പെണ്ണുമ്പിള പറിച്ചു പോകാൻ അവർക്കാണ്ട് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അത് മേടിക്കാൻ വേണ്ടി മേടിച്ചോണ്ട് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന്. അതാണല്ലോ ചേട്ടന്റെ പണി. ബില്ല് മേടിക്കാൻ വേണ്ടി ഞാൻ പരിക്കകത്തോട് കയറിയതാ. ഇവരുടെ ഭർത്താവിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിൽ വന്നിട്ട് എടാ നീ എന്റെ ഭാര്യയുടെ കാമുകനാണ്. എന്റെ പൊന്ന് രാജൻ ചേട്ടൻ ഇവർക്ക് ഇത് രാജൻ ചേട്ടൻ എനിക്ക് അറിയാവുന്ന ചേട്ടനാട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഫുഡിന് പെട്ടെന്ന് ഡെലിവറി വേണമോ ഈ ചേട്ടനെ വിളിച്ചു പറയുമ്പോ ചേട്ടനെ കൊണ്ടു തരുന്നത് കേട്ടോ. ചേട്ടൻ ഭയങ്കര എന്താ പറയുന്നത്, നല്ലൊരു കുടുംബത്തിലെ നല്ലൊരു ചേട്ടനാണ് രാജൻ ചേട്ടൻ. ഹലോ മിസ്റ്റർ അങ്കിൾ, അങ്കിൾ ഒരു സെക്കൻഡ്. കള്ളക്കാമുകൻ എന്റെ ഭാര്യയുടെ ജാരനാണ്. മനസ്സിലായില്ലേ? ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടോട്ട് വന്ന് കയറിയപ്പം ഇവന് ഒരു പെട്ടിയായിട്ട് എന്റെ ഭാര്യയുടെ ബെഡ്റൂമിലേക്ക് കയറി ചെന്നേക്കുവാണ്. ഇവനെ അവളും കൂടെ ഒളിച്ചോടാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ അല്ലെന്ന് ആര് പറഞ്ഞു? എന്റെ ഭാര്യയുടെ സ്വഭാവം എനിക്കല്ലേ അറിയാം. എനിക്കറിയാം. നിനക്കറിഞ്ഞുകൂടെ എന്റെ ഭാര്യനെ? അയ്യോ ഭാര്യയുടെ കാര്യം ഞാൻ അവളോട് ചോദിച്ചു, എടി ആരാടി ഇതെന്ന് ചോദിച്ചപ്പോ അവള് പറയുക ഞാൻ പറഞ്ഞിട്ടാ വന്നേന്ന്. ഞാൻ എന്ത് ചെയ്യണം? ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞ ഭാര്യയുടെ കാര്യമല്ല. എനിക്കൊന്നും കേക്കണ്ട, എന്റെ ഭാര്യനെ എനിക്കറിയാം. രാജൻ ചേട്ടനെ എനിക്കറിയാം. പാവവാ. ഏത് പാവം? അത് പാവവാ. നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ നേരത്തെ അറിയോ ഇയാളെ? അയ്യോ എനിക്ക് അറിയാവുന്ന ഈ രാജൻ ചേട്ടൻ ഉണ്ടല്ലോ, ഫുഡ് ഇങ്ങനെ കൊണ്ടു തരുന്ന ഒരു വ്യക്തിയാ. അതായത് ഡെലിവറി ഇല്ലേ, കുടുംബം നോക്കുന്നയാ. പാവവാ. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എന്നെ പണിയാ കാണിച്ചേ. രാജൻ ചേട്ടനാ? രാജൻ ചേട്ടൻ. രാജൻ ചേട്ടാ, ചേട്ടാ മരിച്ചുപോയോ? യോ നോക്കട്ടെ, ശ്വാസം ഉണ്ടോ നോക്കി. ഭാഗ്യം പപ്സ് ഉണ്ട്. അതുണ്ട്. രാജൻ ചേട്ടാ ഞാൻ തെറ്റിദ്ധരിച്ച. രാജൻ ചേട്ടനെ പോലെ ഒരു മനുഷ്യനെ. സീന. സീന? ഉറപ്പാ. എന്ത് സീന? ഇത് വൻ സീന. ഇങ്ങനെ പറയല്ലേ. എന്ത് പറയല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെല്ലാരും ഇവിടെ കണ്ടോണ്ട് നിൽക്കുകയാണ്. ഇവിടെ ക്യാമറയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്കിളാണ് വന്ന് അടിച്ചത്, ഞാൻ കണ്ടത്. ഞാൻ വന്ന് അടിച്ചത്, ഞാൻ അവിടുന്ന് സ്പീഡിലാ വന്നത്. ഞാൻ അവിടുന്ന് സ്പീഡിൽ വന്നു. ഞാൻ അവിടുന്ന് ഓടി വന്നിട്ട് ഞാൻ ഈ വടി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ വന്ന പോലെ ഒന്നുമല്ല, ഞാൻ വീശിപ്പോ ഇത്തിരി നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വീശി. പക്ഷെ ഇങ്ങനെ പയ്യെ സ്ലോവിലാ അടിച്ചത്.
അതെന്ന് വെച്ചാ വേറൊന്നുമല്ല. അതെ. സോംബി ഞാനൊരു കാര്യം പറയട്ടെ? സോംബി അയ്യോ, എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ വീണ്ടും 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 സീൻ ആക്കിക്കൊണ്ടിരിക്കുക. എന്ത് സീന്? ആ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ വീണ്ടും ഇങ്ങനെ കൊല ചെയ്യരുത്. നിങ്ങൾ എന്നെ ഇങ്ങനെ പിന്നെ ടെൻഷൻ അടിപ്പിക്കാതെ. ചേട്ടൻ എവിടെ നോക്ക്. ദൈവം തമ്പുരാന്, ഇയാളുടെ ആത്മാവും ബോഡിയും കൂടെ ഒരുമിച്ച് മേളിലോട്ട് പോയോ? അയ്യോ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ചേട്ടോ കിടക്കുന്നുണ്ടോ? എങ്ങനെ അവിടെ വന്നേ? എങ്ങനെ അവിടെ വന്നേന്നുള്ള എന്നോടാണോ ചോദിക്കുന്നത്? നോക്കിക്കേ, ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്റെ കഥ വേദനിപ്പിക്കാതെ. അല്ല ചേട്ടാ, ഇത് സീൻ തന്നെയാണ്. ആ ചേട്ടൻ വേറെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നാളെ ആ കുടുംബത്തിന് ആരാ ഉള്ളത്? രാജേട്ടൻ ഇനി എങ്ങനെ പാടിയെടുക്കും? ഞാൻ അങ്ങനെ അടിച്ചതല്ല. കിട്ടുന്ന ടിപ്പ് കൊണ്ട് മാത്രമേ ആ ചേട്ടൻ ചെയ്യും. പിന്നെ എങ്ങനെ അടിച്ചു? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ അവിടുന്ന് പയ്യല്ലേ വന്നത്. ഞാൻ പയ്യെ വന്നു, വന്നിട്ട് ഈ വടി എന്നെ സ്നേഹം കുത്ത തലോടുന്ന പോലെ ഞാൻ ഇങ്ങനെ ഒന്ന് വീശി. അയ്യോ അയ്യോ അയ്യോ, ഞാൻ ഇങ്ങനെ പയ്യല്ല അടിച്ചത്, അങ്ങനെ അടിച്ചതല്ലോ. അയ്യോ ഞാൻ ചെയ്തിട്ട് അയ്യേ രാജേട്ടൻ ഇതപ്പോ ഇങ്ങനെ കയറി വരുന്നേ. പോവാങ്ങളായിരുന്നു ഇവന്റെ രാജേട്ടൻ. രാജേട്ടാ, എനിക്ക് പറ്റിയത് അബദ്ധമാ. രാജേട്ടനെ പോലെ നല്ല കുടുംബം നോക്കാൻ വേണ്ടിട്ട് രാജേട്ടൻ ഇങ്ങനെ ജീവിക്കുന്നത്. എന്റെ ഭാര്യ തെറ്റുകാരിയാന്ന് രാജേട്ടനെ ഞാൻ വെറുതെ സംശയിക്കുക ചെയ്തത്. എന്നെ കാണിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ഒരു മിനിറ്റ്, ഞാൻ സോൾവ് ചെയ്യാം. രാജേട്ടാ, ആരും ഇച്ചിരി വെള്ളം എടുത്തു തരും. രാജേട്ടാ, എനിക്ക് രാജേട്ടാ എന്നോട് ക്ഷമിക്ക് രാജേട്ടാ, ക്ഷമിക്ക് രാജേട്ടാ, എന്നോട് ക്ഷമിക്ക് രാജേട്ടാ. രാജേട്ടാ ഓക്കെ ആണോ? ഇങ്ങ് നോക്കി, എന്നെ കാണുന്നുണ്ടോ? എലീന മോളാ കാണുന്നുണ്ടോ? മോളെ, ആ. അയ്യോ പൊന്നുമോളെ, രാജേട്ടാ സത്യം പറഞ്ഞ അടി കിട്ടിയ ശേഷം ശരീരത്തിന് മൊത്തം ഭയങ്കര ഭാരം. എന്താ അറിയാൻ വയ്യ, ആ കാലം പോയി കിട്ടിയല്ലോ, സന്തോഷം. രാജേട്ടാ ഇല്ല, എവിടെ? പുറകോട്ട് നോക്കുന്നത് ആ കാലം. എമർജൻസി സിറ്റുവേഷൻ ആണ്. എനിക്ക് ഇപ്പൊ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. എന്നാലേ എനിക്ക് ആ ചേട്ടനെ സേഫ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പോവാണേ. ഒരു കാര്യം കേട്ടിട്ടോ, ഉഗ്രനായിട്ട് ചെയ്തു കേട്ടാ. 2 സെക്കൻഡ് നമുക്ക് എടുത്തിട്ട് വേണം ഞാൻ സോൾവ് ചെയ്യാം. ഇല്ല, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഞാൻ അത് പോയി സോൾവ് ചെയ്യട്ടെ. ബൈ ഗൈസ്, അടുത്ത ദിവസം കാണാം. ടാറ്റാ.